സിനിമ ആയിക്കോട്ടെ, ഷോർട്ട് ഫിലിം ആയിക്കോട്ടെ, അല്ലെ ഒരു നാടകം പോലെയോ, അതിൻ്റെ അകത്തൊരു എന്റർടൈൻമെന്റും ഉണ്ട്, ഒരു മെസ്സേജ് കൺവേ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ നമ്മുടെ ആശയങ്ങളെ നമ്മൾ പ്രചരിപ്പിക്കാനോ അല്ലെങ്കിൽ തന്നെ നമുക്ക് ആത്മീയമായിട്ട് ബലപ്പെടുത്താൻ പോലും അത് ഉപയോഗിച്ചുകൂടെ? നമ്മുടെ ഈ പാരമ്പര്യങ്ങൾ വന്ന് കിടക്കുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, രാഷ്ട്രീയത്തിൽ വീണ്ടും ജനിച്ചവർ വരുന്നതിന് താല്പര്യമില്ല. ഈ സിനിമാ ലോകത്ത് വീണ്ടും ജനിച്ചവർ രക്ഷിക്കപ്പെട്ടവർ വേണം. ചെറിയ ഷോർട്ട് ഫിലിം, ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമ്മളും നമ്മുടെ രീതിയിൽ, ഇപ്പം ഞാൻ എൻ്റെ നാവ് കൊണ്ടല്ലേ പറഞ്ഞ് ഇത്രയും കാര്യങ്ങൾ, എനിക്ക് അല്ലാതെ തന്നെ എനിക്ക് വിഷ്വൽ ചെയ്യാം. അതിന് ഓരോരുത്തരും മുൻപിൽ വരണമെന്ന് തന്നെ ഞാൻ പറയുന്നത്. ദൈവമില്ലേ നമുക്കിതെല്ലാം തന്നിരിക്കുന്നത്. പക്ഷെ ഇപ്പം പറഞ്ഞ തന്നെ രാഷ്ട്രീയത്തിൽ നമ്മൾ ജോസഫിന്റെ കാര്യം പറഞ്ഞു. ജോസഫിന് ദൈവം കൊടുത്ത ജ്ഞാനം കൊണ്ടാണ് അന്നത്തെ ക്ഷാമത്തെ പിടിച്ചു നിർത്തി. പിന്നെ ഇപ്പം ദൈവിക ജ്ഞാനമുള്ളവർ എല്ലാ മേഖലകളും വരണം. എനിക്കറിയാം, എനിക്ക് തോന്നുന്നു പല ചർച്ചകളും അങ്ങനെ ഉണ്ട്, പല രാഷ്ട്രീയ മേഖലകളുണ്ട്. അവരെ പ്രോത്സാഹിപ്പിക്കണം. അവർ അവിടെ പോകുമ്പോഴും നമ്മുടെ നന്മ കൊണ്ട് വേണം തിന്മ. ഈ ഫിലിമിനെ കുറിച്ചും ആരും ഇങ്ങനെ പറഞ്ഞു കേട്ടൊരു ഒരാൾ പറഞ്ഞു, തിന്മ കൊണ്ട് നന്മയെ തകർക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതൊരിക്കലും വരരുത്. കാരണം വേദപുസ്തകം പറഞ്ഞ തിന്മയെ നന്മ കൊണ്ട് തകർക്കണ്ട്. അതായത് യേശുവിനെ സംബന്ധിച്ച് പറഞ്ഞാൽ എല്ലാം നന്മ കൊണ്ടാണ് താൻ തകർത്തത്. നമ്മൾ തന്നെ പറയുന്നല്ലോ, ഇത് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നു, വയലൻസ് ഉണ്ടാക്കുന്നു, ആത്മഹത്യയിലേക്ക് പോകുന്നു, ആൾക്കാർ ഒത്തിരി നിരാശരായിട്ട് പോകുന്നു, ജീവിതത്തിൽ ഒരു പ്രതീക്ഷയില്ലാത്തവരെന്ന് ഒറ്റവാക്കി പറഞ്ഞ് തകർന്നുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് ഇതേ മീഡിയത്തിന് നമ്മൾ പോസിറ്റീവായിട്ട് ഉപയോഗിച്ച് ഒരാളെ ആത്മഹത്യയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നുകൂടാ? ഒരാൾ വിഷമിച്ചിരിക്കുന്ന ഒരാളെ സന്തോഷത്തിലോട്ട് കൊണ്ടുവന്ന്, ഇപ്പൊ ജോലി ഇല്ലാതിരിക്കുന്ന ഒരാൾക്ക് അയാൾക്കൊരു പ്രതീക്ഷ നൽകുക, മനുഷ്യന് പ്രതീക്ഷയിലേക്ക് നടത്താനുള്ള ഒരു ഇതേ മീഡിയം തന്നെ ആണല്ലോ അതും. വചനം പറയുന്നുണ്ട്, തേജസ്സിന്റെ സുവിശേഷം ശോഭിക്കാതിരിക്കാൻ അവിശ്വാസികളുടെ ഹൃദയത്തെ ഈ ലോകത്തിന്റെ ദൈവം, അവൻ ലൂസിഫർ എന്ന് പറഞ്ഞ പദം വരുന്നത്, അവൻ കുരുടാക്കി വെച്ചിരിക്കുക ഈ സുവിശേഷം ശോഭിക്കാറ്. അപ്പൊ സത്യസുവിശേഷം വേണം. അതിന് ചിലപ്പോൾ ഒത്തിരി നമുക്ക് നിർമ്മാതാക്കളൊന്നും കാണത്തില്ലായിരിക്കും. അല്ല, നിർമ്മാതാക്കൾ കാണത്തില്ല, അതിപ്പോഴത്തെ അവസ്ഥ. പക്ഷെങ്കിൽ നിർമ്മാതാക്കൾ വരണം, ഡയറക്ടേഴ്സ് വരണം. അങ്ങനെ ശീലിച്ചിട്ടില്ലാത്തതുകൊണ്ട്, ഇതിന്റെ ഒരു ആവശ്യകത മനസ്സിലാക്കാത്തതുകൊണ്ടല്ലേ. അപ്പൊ ആ ഒരു അവയർനെസ് നമുക്ക് വരുമ്പോൾ ജനം ചെയ്യും. ഒരു കാലത്ത് നമ്മൾ ഈ TV മീഡിയ എല്ലാം വിട്ടിപ്പെട്ടി എന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരുന്നു. പക്ഷെ ഇന്ന് അതിലൂടെ തന്നെ നമ്മൾ തന്നെ പറയുന്നു, സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാം. പക്ഷെ അത് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ്ഡ് ആയതുകൊണ്ടാണ്. ഞാൻ പറയുന്ന എല്ലാവരും പ്രത്യേകിച്ച് സുവിശേഷവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ തന്നെ പറയാം, ജനങ്ങളെ നന്മയിലേക്ക് കരം പിടിച്ച് കയറ്റുന്ന ലേഖനങ്ങൾ, കഥകൾ, തിരക്കഥകൾ, നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ നന്മ പ്രഘോഷിക്കണം എന്നുള്ളതേ ഉള്ളൂ അല്ലേ. നിങ്ങൾക്ക് ജനങ്ങളെ നന്മയിൽ നയിക്കുന്ന എന്തും നിങ്ങൾക്ക് ചെയ്യാം.